ഫെൻസിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം. കോടശ്ശേരി മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അതിന് അറുതി വരുത്തുന്നതിന് വേണ്ടി സനീഷ് കുമാർ ജോസഫ് MLA മുൻകൈയെടുത്ത് സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കുവാൻ സർക്കാർ 14 കോടി തുക അനുവദിച്ചെങ്കിലും നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. കോടശ്ശേരി, അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്ത് വനാതിർത്തികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹാങ്ങിങ് ഫെൻസിംഗ്, തൂക്കിയിടുന്ന വേലി നിർമ്മിക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതി പൂർത്തീകരിച്ചാൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിനും കർഷകർക്ക് കൃഷി സംരക്ഷിക്കുന്നതിനും സാധിക്കും. 1 മാസത്തിനുള്ളിൽ വെറ്റിലപ്പാറയിലും മോതിരക്കണ്ണിയിലും വീരൻചിറയിലും 3 ദിവസം മുൻപ് വെട്ടിക്കുഴിയിലും കാട്ടാനയിറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകനും വന്നിട്ടുള്ളത്. നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിന് കർഷകർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും തുക അനുവദിച്ചു വരുന്നതിന് കാലതാമസം വരും. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വനവകുപ്പ് വനത്തിൽ ഒരുക്കണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. രൂക്ഷമായ കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് ഹാങ്ങിങ് ഫെൻസിംഗ് ജോലികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് അവ സ്ഥാപിക്കണമെന്ന് കർഷക കോൺഗ്രസ് ചായപ്പൻകുഴി യൂണിറ്റ് പ്രസിഡന്റ് KM ജോസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ചാലക്കുടി DFOയ്ക്ക് കത്ത് നൽകി.